രൂപയെ നീ പോയി ഒരു ചായ ഇട്ടോണ്ട് വാ. അവിടുന്ന് ഇത്രയും ദൂരം വന്നല്ലേ, നല്ല ദാഹം. കൂടാതെ ഇപ്പൊ പുറത്ത് നല്ല ചൂടല്ലേ. ശരി ഏട്ടാ, ഞാൻ ഇട്ടോണ്ടൊക്കെ വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ചേട്ടനൊന്ന് അനുസരിക്കണം. എന്താണ്? എന്തോ ഒരു കാര്യസാധ്യതയാണല്ലോ. കാര്യം പറയേ, അപ്പൊ നോക്കാം അനുസരിക്കണ വേണ്ടതെന്ന്. അത് പിന്നെ അത് എന്താ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്താന്ന് വെച്ചാലേ വേഗം പറയേ. എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. നിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇവിടുന്നാലേ എൻ്റെ സമയം പോകുന്നല്ലാണ്ട് വേറെ ഒരു ഗുണം ഉണ്ടാവില്ല. അത് പിന്നെ അബിയുടെ സ്കൂളിലാണെങ്കിൽ ഇന്ന് ലീഡറിന്റെ സെലക്ഷൻ ഉണ്ട് അത്രേ. അപ്പൊ അതിനവൻ മത്സരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോണം. PTA മീറ്റിംഗ് ഉണ്ടെന്ന് മിസ് വിളിച്ചതിനോട് പറഞ്ഞായിരുന്നു. അതെന്താ, നമുക്ക് രവിയോട് പറയാം. അപ്പോൾ അവനും കൂടെ വരുമല്ലോ PTA മീറ്റിങ്ങിന്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവൻ്റെ ക്ലാസ്സിലോട്ട് പോവാം. അതായിരിക്കും നല്ലത്. അല്ല, അവൻ എവിടെ അബി? ഇതിനായിട്ടും കണ്ടില്ലല്ലോ. എവിടെ പോയേക്കോ? ആ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങോട്ടോ കറങ്ങാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. 5 മണിക്ക് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടി ചെങ്ങനെ എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന്. നിന്നോടെന്താ പറയാതാണോ അബി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്? നീ ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തോ? അത് പിന്നെ അവൻ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം തടയാ. അതുമല്ല, അവൻ ഇത്രയും പ്രായമായില്ലേ. അത് തടയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടാ. ആയിക്കോട്ടെ, നീ എന്നാ വേഗം പോയി ചായ ഇട്ടുകൊണ്ട് വാ. എനിക്കിപ്പോൾ ഇറങ്ങണം, സമയം ഏറെയായി. എന്നാലും അബി ഇത് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് പറയാതെ? ഈ ചെക്കൻ്റെ ഓരോരോ കാര്യങ്ങളെ. ഇന്നാ ചേട്ടാ ചായ. ഏട്ടന്റെ സ്പെഷ്യൽ ഏലക്ക പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഞാൻ കുടിച്ചു നോക്കട്ടെ. കുറേ നാളായി നിന്റെ ഇങ്ങോട്ടൊരു ചായ ഒന്ന് കുടിച്ചിട്ട്. നോക്കിയിട്ട് പറയാം. അല്ല ജാൻവി, നാളെ ക്ലാസ്സിലേക്ക് നീ വരുന്നുണ്ടോ? പിന്നെ ഞാൻ വരാതെ പിന്നെ നീ അവിടെ വന്നിരിക്കോ? ഹേയ്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഉവ്വ നിന്റെ ചോദ്യം ചെയ്യലേ ഇത്ര കൂടുന്നുണ്ട് ഈയിടെയായിട്ട്. അല്ല, ഇതാരാ നിന്റെ കൂടെയുള്ള ആള്? നീ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാനേ നിന്നോട് സംസാരിച്ചേ ഇവളെ പരിചയപ്പെടുത്തുന്ന കാര്യം അങ്ങ് മറന്നുപോയി. എന്തായാലും ഇവളുടെ പേരാണ് മീര. ആ ഹലോ മീര, എന്തുണ്ട്, സുഖമാണോ? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നാലും ഞാൻ ചോദിക്കുക. അതെ, എനിക്ക് സുഖം. നിനക്കോ? പിന്നെ അല്ല മീര, ഞാൻ ഇവളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവളുടെ പേരാണ് നീതു കുറുമ്പി. ഞാനേ കുറുമ്പിന്നാ വിളിക്കാം. കാരണം ഇവളെ സ്കൂളിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാലേ ആരായാലും കുറുമ്പിന്ന് വിളിച്ചു പോകും. ഓഹോ, നല്ല പേരാണല്ലോ, നീതു. അതെ. അല്ല ജാൻവി, ഇവള് നീവായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നീ പറഞ്ഞില്ലല്ലോ. ഇവൾ എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോളാണ്. അത് പിന്നെ ഇവള് കുറച്ച് നാൾ നാട്ടിലായിരുന്നു. മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു നിന്നിരുന്നത്. അവിടെ ഒരു സ്കൂളിലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇനി എന്നാ തിരികെ വീട്ടിൽ പോകുന്നത്? ഏത് വീട്? മണ്ടി, നീ ഇന്നലെ പറഞ്ഞില്ലേ നീ അമ്മ വീട്ടിൽ പോകണമെന്ന്. ആ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ പോകുന്നുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ഈ കൂട്ടുകാരി ഭയങ്കര സൈലന്റ് ആണല്ലോ. സൈലന്റോ? അത് നിനക്ക് തുടക്കാണ്ട് തോന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. മതിയാക്ക ജാൻവി നിന്റെ ചിരി. എന്നെ കളിയാക്കിയേ നിനക്ക് മതിയായില്ല? ഇല്ല, നീ സൈലന്റ് ആണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ചിരിയാ വരുന്നേ. ആയിക്കോട്ടെ. ഓ മതി, ഇനി രണ്ടുപേരും കൂടെ തർക്കം വേണ്ട.